ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് ഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു 1.5 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയത്. കുഞ്ഞിപ്പണി ഞാൻ 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. അതിട്ട് ഫോട്ടോ എടുക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല, അപ്പോഴത്തേക്ക് ഇരുട്ടായിപ്പോയി. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ ഫാമിലി ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റുഡിയോൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്പോട്ടിൽ നമ്മൾ പോയി. അപ്പം നേരത്തെ എന്ന് പറയുന്നൊരു ക്രിസ്മസ് ട്രീമൊക്കെ വെച്ചിട്ടായിരുന്നല്ലോ. ഇപ്പം ഞങ്ങൾ അല്ലാതെ ഫ്രീ ആയിട്ട് ഒരു ഫോട്ടോ എടുക്കാറുണ്ട്. മനോജ് ആയതുകൊണ്ട് പിന്നെ എങ്ങനെയാണെങ്കിലും നല്ല ഫോട്ടോ എടുത്തു തരും. അപ്പം ചേച്ചി ഇതാണ്ടോ കുറേ കഷ്ടപ്പെടുന്നു കേട്ടോ. എൻ്റെ ചേച്ചിയാണ് ഇതിൽ ഞാൻ ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം കുഞ്ഞിപ്പണി 1 മിനിറ്റ് എവിടെയും നിൽക്കുന്നില്ല, നമ്മൾ വിചാരിച്ച പോലെ എവിടെയും നിന്ന് തരുന്നില്ല. അവൾ ഫുൾ ഓട്ടത്തിലാണ്. ഇപ്പോഴും എന്താ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ്. ചേച്ചി കുറേ കഥ ഉണ്ടോ. ചേച്ചീൻ്റെ അടുത്ത് എനിക്കൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് തട്ടുന്നുണ്ട്. പിന്നെ ചേച്ചി കുറേ അതിനകത്ത് ക്രിസ്മസിൻ്റെ ഐറ്റംസൊക്കെ എടുത്ത് കുഞ്ഞിപ്പണ്ണിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേച്ചി സംസാരിച്ചൊക്കെ ഇണങ്ങി ഇപ്പോൾ കുഞ്ഞിപ്പണ്ണും ചേച്ചിയായിട്ട് ഭയങ്കര കൂട്ടായി. പിന്നെ അവിടെയുള്ള പാടത്തിൽ കല്ലൊക്കെ എടുത്ത് എറിയലായിരുന്നു കേട്ടോ, മണ്ണും കെട്ടയൊക്കെ എടുത്ത് എറിയലായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ സെറ്റായപ്പം പറയുന്ന പോലെയൊക്കെ കുറച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം കുട്ടികളായിട്ട് പെട്ടെന്ന് ഇണങ്ങിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പണ്ണ് അതൊക്കെ പിടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ ക്യാമറമാൻ മനോജിൻ്റെ തലയിലൊക്കെ കുറേ സാധനമൊക്കെ വെച്ചിട്ടൊക്കെയാണ് ചേച്ചി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് കിട്ടിയപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോവാണ്. പിന്നെ കുറച്ച് സമയം സ്റ്റാറൊക്കെ കൊടുക്കുമ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, കുഞ്ഞിപ്പണ്ണ് ഭയങ്കര ഞാൻ പറയുമ്പോഴൊക്കെ എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ആൾക്ക് ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇങ്ങനെ സെറ്റായി. പിന്നെ ഞാനെടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവർക്ക് കുറച്ച് റെസ്റ്റ് കാരണം പുറകെ ഓടി നടന്നു വേണം കുഞ്ഞിപ്പൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ. അന്ന് ഇരുത്തി ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മനോജിൻ്റെ ഒറ്റ കഴിവാണ്, അതായത് നമ്മുടെ ഐലൻഡ് സ്റ്റുഡിയോയുടെ ഒറ്റ കഴിവുകൊണ്ടാണ് നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിരിക്കുന്നത്. അതെന്തായാലും ഞാൻ വഴിയതാ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ കുഞ്ഞിപ്പൻ്റെ ഈ ഒരു കുറുമ്പും കുസൃതിയൊക്കെ കണ്ടപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ എന്തായാലും. അത് കഴിഞ്ഞ് ചേച്ചിയായിട്ട് ഭയങ്കര സെറ്റായപ്പോൾ ഇന്നമ്മേനെ ഓല കൊണ്ട് അടിക്കാൻ വേണ്ടി ഊട്ടിക്കാണ് കുഞ്ഞിപ്പണി കേട്ടോ. അതിൽ നല്ല കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം കുറേ ഓടി നടന്ന് എടുക്കണം. കാരണം കുട്ടികളുടെ ഒപ്പം നമ്മളിങ്ങനെ എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞ് എന്തായാലും അമ്മയുടെ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അമ്മയുടെ ഒറ്റയ്ക്കുള്ള ബർത്ത്ഡേക്കോ സ്റ്റാറ്റസിനൊക്കെ നല്ലൊരു ഫോട്ടോ എടുത്ത് വയ്ക്കുന്നത് മെമ്മറി ആയിട്ട് എപ്പോഴും നമ്മളിതുപോലെ കുഞ്ഞു ഫോട്ടോസൊക്കെ എടുത്ത് തന്നെ എപ്പോഴും മെമ്മറി ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞതാ ഇനി എന്തായാലും മാമൻ എൻ്റെ ഫോട്ടോസൊക്കെ എടുത്താലും ഇനി പുറത്ത് കൊണ്ടുവന്ന് പറഞ്ഞ് ഗേറ്റൊക്കെ ചാരി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇനി വേലാലും എൻ്റെ ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാവമാണ് കേട്ടോ. കാരണം കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കുഞ്ഞിപ്പൻ്റെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ, രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി. നല്ല ഫോട്ടോ ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞ് ഓക്കെ ഡീൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഫോട്ടോ കാണാം കേട്ടോ. ഇതാണ് എടുത്ത ഫോട്ടോസ്. ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും കുഞ്ഞിപ്പണ്ട് അങ്ങനെ ഫോട്ടോ ഒന്നും കിട്ടില്ല എന്ന്. കാരണം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കാണുമ്പോഴൊക്കെ അറിയാം കിട്ടില്ല. കാരണം ആൾ 1 മിനിറ്റ് നിൽക്കുന്നില്ല. പക്ഷേ ഇത് ശരിക്കും നമ്മുടെ ക്യാമറമാൻ്റെ കഴിവ് തന്നെയാണ്. അടിപൊളിയായിട്ട് പുറകെ നടന്ന് പിന്നെ വഞ്ചി ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ്. ചേച്ചി അത്രയും കമ്പനിയായി നിന്നുകൊണ്ടാണ് കുഞ്ഞിപ്പണ്ട് എടുത്തിട്ട് നല്ല ഫോട്ടോസ് കിട്ടിയത്. പിന്നെ അവർ ഓൾറെഡി എക്സ്പേർട്ടാണല്ലോ കുട്ടികളുടെ, അതുകൊണ്ട് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് എന്തായാലും നല്ല കുറേ ഫോട്ടോസ് മെമ്മറീസ് സൂക്ഷിക്കാൻ കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.